സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് 3 വിഭാഗമായി തിരിച്ചു. ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് തരംതിരിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായി തീരുമാനം നടപ്പിലാക്കും. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സൗദിയിൽ വർക്ക് പെർമിറ്റിനെ തരംതിരിച്ചത്. നൈപുണ്യ നിലവാരത്തെ അടിസ്ഥാനമാക്കി 3 തരം വർക്ക് പെർമിറ്റാണ് അനുവദിക്കുകയെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ, അടിസ്ഥാന യോഗ്യതയുള്ളവർ എന്നിവയാണ് 3 വിഭാഗങ്ങൾ. വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, കഴിവ് എന്നിവയ്ക്കനുസരിച്ചാണ് തരംതിരിക്കുക. ഓരോ വിഭാഗത്തിനുമുള്ള ശമ്പളം, പ്രായപരിധി തുടങ്ങിയവയും മന്ത്രാലയം തീരുമാനിക്കും. നല്ല വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ് ആദ്യ 2 വിഭാഗങ്ങളിൽ ഉൾപ്പെടുക. അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മന്ത്രാലയം നിശ്ചയിക്കുന്ന മറ്റു യോഗ്യത ഉണ്ടായിരിക്കുകയും 60 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാതിരിക്കുകയും വേണം. 2 ഘട്ടങ്ങളായാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുക. ഇന്ന് അഥവാ 2025 ജൂലൈ 6 ആരംഭിച്ച ആദ്യഘട്ടത്തിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. 2025 ഓഗസ്റ്റ് 3 രണ്ടാം ഘട്ടം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ പുതുതായി സൗദിയിലെത്തിയവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കും. മന്ത്രാലയത്തിന്റെ കിവ പ്ലാറ്റ്ഫോം വഴി വർക്ക് പെർമിറ്റിന്റെ തരം മാറ്റാനുള്ള അവസരമുണ്ടാകും. വിദേശ നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് പുതിയ തീരുമാനം കാരണമാകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.